ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേഡർ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് കേരളത്തിൽ നടന്ന കലാപങ്ങൾ, സമരങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. അതായത് PSCക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പം നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചോദ്യങ്ങളെല്ലാം PSC ചോദിച്ച മുൻവർഷ ചോദ്യോത്തരങ്ങളാണ്. ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഈ പോയിന്റുകൾ വ്യക്തമായിട്ട് പഠിക്കുകയും ചെയ്യുക. അപ്പം നേരെ ക്ലാസ്സിലേക്ക് പോകാം. കുരുമുളകിന്റെ വ്യാപാര കുത്തകക്കെതിരെയാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഈ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ചു നൽകിയത് ആര്? ആറ്റിങ്ങൽ ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മുഖ്യ കാരണമെന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. 3 പോയിന്റുകളാണ് പ്രധാനപ്പെട്ടത്. അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് 3 പോയിന്റുകളാണ് ഉള്ളത്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ചു നൽകിയത് ആറ്റിങ്ങൽ ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മുഖ്യ കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ഇനി അടുത്തതാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന ജില്ല തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വ്യാപാരി തലവൻ ഗിഫോർഡ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് 6 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. നടന്ന ജില്ല തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വ്യാപാരി തലവൻ ഗിഫോർഡ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് പഴശ്ശി സമരങ്ങളെ കുറിച്ചാണ്. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793-97. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമല. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആരുടെ മധ്യസ്ഥതയിലാണ്? ചിറക്കൽ രാജാവിന്റെ. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1800-1805. രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണമായ സംഭവം വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലി. പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു. ഇനി പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട പ്രധാന ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793-97. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമല. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആരുടെ മധ്യസ്ഥതയിലാണ്? ചിറക്കൽ രാജാവിന്റെ. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1800-1805. രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണമായ സംഭവം വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലി. പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്ന പ്രധാന പോയിന്റാണ് കുണ്ടറ വിളംബരം. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടന്നതെന്ന് 1809 ജനുവരി 1. കൊല്ലവർഷം 984 ധനു 30. കുണ്ടറ വിളംബരം നടന്ന ജില്ല കൊല്ലം. കുണ്ടറ വിളംബരത്തിന് വേദിയായ സ്ഥലം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം ഒന്നുകൂടി നമുക്ക് നോക്കാം.
ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിദളവ. കുണ്ടറ വിളംബരം നടന്നത് എന്ന് 1809 ജനുവരി 1, കൊല്ലവർഷം 984 ധനു 30. കുണ്ടറ വിളംബരം നടന്ന ജില്ല കൊല്ലം. കുണ്ടറ വിളംബരത്തിന് വേദിയായ സ്ഥലം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം. ഇനി അടുത്തത് കുറിച്യൻ ലഹളയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വയനാട്ടിൽ നടന്ന പ്രധാന കാർഷിക കലാപമാണ് കുറിച്യർ ലഹള. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ ലഹളക്ക് നേതൃത്വം നൽകിയത് രാമനമ്പി. കുറിച്യൻ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കുറിച്യർ ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതെന്ന് 1812 മെയ് 8. കുറിച്യർ ലഹളയെക്കുറിച്ച് ഒന്നുകൂടി പരിചയപ്പെടാം. വയനാട്ടിൽ നടന്ന പ്രധാന കാർഷിക കലാപമാണ് കുറിച്യർ ലഹള. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ ലഹളക്ക് നേതൃത്വം നൽകിയത് രാമനമ്പി. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കുറിച്യർ ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതെന്ന് വർഷം 1812 മെയ് 8. ഇനി അടുത്തത് ചാന്നാർ ലഹളയെക്കുറിച്ച് പരിചയപ്പെടാം. ചാന്നാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ മാറുമറക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. മേൽമുണ്ട് സമരം, ശീലവഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള, മുലമാറാപ്പ് വഴക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ച വർഷം 1822. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മഹാരാജാവ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിയതെന്ന് 1859 ജൂലൈ 26. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്രം തിരുനാൾ മാറുമറക്കുന്നതിനുള്ള ഉത്തരവിറക്കിയത്. ചാന്നാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ഠസ്വാമികൾ. 1903 തിരുവിതാംകൂറിൽ മുലക്കരം എന്ന നികുതിക്കെതിരെ പ്രതിഷേധിച്ച് രക്തസാക്ഷിയായ വനിതയാണ് നങ്ങേലി. നങ്ങേലി ചേർത്തലയുള്ളതാണ്. ചാന്നാർ ലഹളയെ ഒന്നുകൂടി പരിചയപ്പെടാം. ചാന്നാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ മാറുമറക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം, ശീലവഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള, മുലമാറാപ്പ് വഴക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാന്നാർ ലഹള. മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ച വർഷം 1822. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മഹാരാജാവ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിയതെന്ന് 1859 ജൂലൈ 26. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്രം തിരുനാൾ മാറുമറക്കുന്നതിനുള്ള ഉത്തരവിറക്കിയത്. ചാന്നാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ഠസ്വാമികൾ. 1903 തിരുവിതാംകൂറിലെ മുലക്കരം എന്ന നികുതിക്കെതിരെ പ്രതിഷേധിച്ച് രക്തസാക്ഷിയായ വനിത ചേർത്തലയിലുള്ള നങ്ങേലി. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ്? ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന് 1891 ജനുവരി 1. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ G.P. പിള്ള. മലയാളി മെമ്മോറിയലിൽ ഒന്നാമത് ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി K.P. ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിൽ രണ്ടാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ബാരിസ്റ്റർ G.P. പിള്ള. മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം
10,028. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ ഇറക്കിയത് ബാരിസ്റ്റർ ജി.പി. പിള്ള. മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി.വി. രാമൻപിള്ള. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി.വി. രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഭാഷി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി.വി. രാമൻപിള്ള രചിച്ച കൃതി വിദേശ മേധാവിത്വം. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി. രാമറാവു. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയൽ ഒന്നുകൂടി പരിചയപ്പെടാം. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ്? ശ്രീമൂലം തിരുനാൾ. അത് സമർപ്പിച്ച ദിവസം 1891 ജനുവരി 1. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ ജി.പി. പിള്ള. മലയാളി മെമ്മോറിയലിൽ ഒന്നാമത് ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി കെ.പി. ശങ്കരൻ മേനോൻ. രണ്ടാമത് ഒപ്പ് രേഖപ്പെടുത്തിയത് ബാരിസ്റ്റർ ജി.പി. പിള്ള. മൂന്നാമത് ഒപ്പ് രേഖപ്പെടുത്തിയത് ഡോക്ടർ പൽപു. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 10,028. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ ജി.പി. പിള്ള. മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി.വി. രാമൻപിള്ള. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി.വി. രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഭാഷി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി.വി. രാമൻപിള്ള രചിച്ച കൃതി വിദേശ മേധാവിത്വം. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി. രാമറാവു. മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എഡ്ലി നോർട്ടൺ. ഇനി അടുത്തത് എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് നോക്കാം. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണർ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന് 1891 ജൂൺ 3. എതിർ മെമ്മോറിയലിൽ നേതൃത്വം നൽകിയവർ ഇ. രാമ അയ്യർ, രാമനാഥൻ റാവു. എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് ഒന്നുകൂടി നോക്കാം. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണർ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ സമർപ്പിച്ച ദിവസം 1891 ജൂൺ 3. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയവർ ഇ. രാമ അയ്യർ, രാമനാഥൻ റാവു. ഇനി അടുത്തത് ഈഴവ മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം. സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച നിവേദനം ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപു. സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യർ. 1900 2 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതാർക്ക്? കഴ്സൺ പ്രഭുവിന്. രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപു. അവർണ്ണ സമുദായക്കാർക്ക് ആരാധിക്കുന്നതിനായി നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഏത് നദിയിൽ നിന്നുള്ള ഒറ്റശിലയാണ് ഈ ശിവപ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത്? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഒറ്റശില. അവർണ്ണരുടെ കുട്ടികൾക്കായി ഒരു പള്ളിക്കൂടവും ഗുരു ഇവിടെ സ്ഥാപിച്ചു. അടുത്തത് നമുക്ക് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം എന്താണെന്ന് നോക്കാം. അവർണ്ണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരമാണ് വില്ലുവണ്ടി യാത്ര. വില്ലുവണ്ടി യാത്രക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ. വില്ലുവണ്ടി യാത്ര നടന്ന വർഷം 1893. വില്ലുവണ്ടി യാത്രയെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി പരിചയപ്പെടാം. അവർണ്ണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരമാണ് വില്ലുവണ്ടി യാത്ര. വില്ലുവണ്ടി യാത്രക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി ആയിരുന്നു. വില്ലുവണ്ടി യാത്ര എവിടെ നിന്നാണ് എവിടേക്കാണ്? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ. വില്ലുവണ്ടി യാത്ര നടന്ന വർഷം 1893. ഇനി അടുത്തത് എന്താണ് നായർ ഈഴവ ലഹള എന്ന് പരിചയപ്പെടാം. നായർ ഈഴവ ലഹള നടന്ന വർഷം 1905. നായർ ഈഴവ ലഹള നടന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ പരവൂർ.
കായൽ സമ്മേളനം എന്താണെന്ന് നോക്കാം. അവർണ വിഭാഗക്കാർക്ക് കരയിൽ വെച്ച് യോഗം കൂടാൻ അനുവാദമില്ലാത്തതിനാൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി വേമ്പനാട്ട് കായലിൽ വള്ളങ്ങൾ ചേർത്ത് കെട്ടി നടത്തിയ സമ്മേളനം അറിയപ്പെടുന്നത് കായൽ സമ്മേളനം. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കറുപ്പൻ കൃഷ്ണാദി ആശാൻ. കായൽ സമ്മേളനം നടന്ന വർഷം 1913 ഏപ്രിൽ 1. കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗത്തിൽ നിന്നുള്ള ഏക വ്യക്തി TK കൃഷ്ണമേനോൻ. എന്താണ് കായൽ സമ്മേളനം ഒന്നുകൂടി നോക്കാം. അവർണ വിഭാഗക്കാർക്ക് കരയിൽ വെച്ച് യോഗം കൂടാൻ അനുവാദമില്ലാത്തതിനാൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി വേമ്പനാട്ട് കായലിൽ വള്ളങ്ങൾ ചേർത്ത് കെട്ടി നടത്തിയ സമ്മേളനം അറിയപ്പെടുന്നത് കായൽ സമ്മേളനം. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കറുപ്പൻ കൃഷ്ണാദി ആശാൻ. കായൽ സമ്മേളനം നടന്ന വർഷം 1913 ഏപ്രിൽ 1. കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗത്തിൽ നിന്നുള്ള ഏക വ്യക്തി TK കൃഷ്ണമേനോൻ. ഇനി അടുത്തത് കല്ലുമാല സമരം നോക്കാം. സവർണ സ്ത്രീകളെപ്പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കുന്നതിനു വേണ്ടി നടന്ന സമരം കല്ലുമാല സമരം. കല്ലുമാല സമരത്തിന്റെ കേന്ദ്രം കൊല്ലം ജില്ലയിലെ പെരിഞ്ഞാട്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. കല്ലുമാല സമരം നടന്നതെന്ന് 1915 ഒക്ടോബർ 24. പെരിഞ്ഞാട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം. ഇനി കല്ലുമാല സമരം ഒന്നുകൂടി നോക്കാം. സവർണ സ്ത്രീകളെപ്പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കുന്നതിനു വേണ്ടി നടന്ന സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരത്തിന്റെ കേന്ദ്രം കൊല്ലം ജില്ലയിലെ പെരിഞ്ഞാട്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. കല്ലുമാല സമരം നടന്നതെന്ന് 1915 ഒക്ടോബർ 24. പെരിഞ്ഞാട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം. ഇനി അടുത്തത് 90-ാം ആണ്ട് ലഹള എന്താണെന്ന് നോക്കാം. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് 90-ാം ആണ്ട് ലഹള. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതായിരുന്നു ലഹളക്കുള്ള കാരണം. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. പുലയ ലഹള എന്നറിയപ്പെടുന്ന ലഹള 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹളക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. 90-ാം ആണ്ട് ലഹള നടന്ന കൊല്ലവർഷം 1900. ഊരൂട്ടമ്പലം ഏത് ജില്ലയിലാണ്? ബാലരാമപുരത്തിനടുത്തുള്ള തിരുവനന്തപുരം ജില്ലയിൽ. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. പുലയ ലഹള എന്നറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹളക്ക് നേതൃത്വം നൽകിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. 90-ാം ആണ്ട് ലഹള നടന്ന കൊല്ലവർഷം ഏത്? കൊല്ലവർഷം 1900. ഊരൂട്ടമ്പലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. ഇനി പൗരസമത്വവാദ സമരം എന്താണെന്ന് നോക്കാം. തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പ്രക്ഷോഭം അറിയപ്പെടുന്നത് പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ AJ ജോൺ, TK മാധവൻ. തിരുവിതാംകൂറിൽ ദേവസ്വം ബോർഡ് റവന്യൂ വകുപ്പിന്റെ ഭാഗമായിരുന്നതിനാൽ അഹിന്ദുക്കൾക്കും അവർണ ഹിന്ദുക്കൾക്കും റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയിരുന്നില്ല. ഇതിനെതിരെയായിരുന്നു സമരം. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന വർഷം 1919 to 1922. പൗരസമത്വവാദ പ്രക്ഷോഭം സമയത്ത് തിരുവിതാംകൂർ കുടിയന്മാർ ശ്രീമൂലം തിരുനാൾ. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രം സ്വരാട്. സ്വരാട് പത്രത്തിന്റെ എഡിറ്റർ AK പിള്ള. എന്താണ് പൗരസമത്വവാദത്തിലെ പ്രധാന പോയിന്റുകൾ? തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. അതിന്റെ പ്രധാന നേതാക്കൾ AJ ജോൺ, TK മാധവൻ. തിരുവിതാംകൂറിൽ ദേവസ്വം ബോർഡ് റവന്യൂ വകുപ്പിന്റെ ഭാഗമായിരുന്നതിനാൽ അഹിന്ദുക്കൾക്കും അവർണ ഹിന്ദുക്കളിലും റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയിരുന്നില്ല. ഇതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന വർഷം 1919 to 1922. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രം സ്വരാട്. സ്വരാട് പത്രത്തിന്റെ എഡിറ്റർ AK പിള്ള. ഇനി അടുത്തത് മലബാർ കലാപം എന്താണെന്ന് നോക്കാം. ഖിലാഫത്ത് നിസ്സഹകരണ
ഇനി അടുത്തത് മലബാർ കലാപം എന്താണെന്ന് നോക്കാം. ഖിലാഫത്ത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം. മലബാർ കലാപത്തിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഏറനാട്, വള്ളവനാട് പ്രദേശങ്ങൾ. മലബാർ കലാപം ആരംഭിച്ചതെന്ന് 1921 ഓഗസ്റ്റ് 20. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം നിലമ്പൂർ രാജാവിന്റെ പൂക്കോട്ടൂർ കോവിലകത്തു നിന്നും കാണാതായ തോക്കിന്റെ പേരിൽ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കളത്തിങ്കൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായതാണ് മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, സീതിക്കോയ തങ്ങൾ. ഇനി അടുത്ത പോയിന്റാണ് മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത്. ആൻസർ ആലി മുസ്ലിയാർ. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ടി.എച്ച്. ട്രെഞ്ച്. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് സേനയെ നേരിട്ട മലയാളി വനിത കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ.വി. ശശി സംവിധാനം ചെയ്ത ചിത്രം 1921. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ. മാധവൻ നായർ. ഖിലാഫത്ത് സ്ഫുരണകൾ എന്ന കൃതി രചിച്ചത് എം. രമദത്തൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബായ്.